ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ബാക്ക് ടു സ്കൂൾ റിലേറ്റഡ് വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്തായിരുന്നു എൻ്റെ ടേബിൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇവിടെ കിടന്ന ടേബിളിനെ ഞാൻ ആ സ്വിച്ച് ബോർഡിൻ്റെ താഴത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അലമ്പായിട്ട് തന്നെയാണ് കിടക്കുന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അടുക്കി പറക്കി ഒരു സൈഡിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ സെറ്റാക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിചാരിക്കുന്നത്. അല്ലാണ്ട് ഒരുപാട് മേക്ക് ഓവർ എന്നൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. ഒരുപാട് അലങ്കോലമൊന്നും ആയിട്ടില്ല. പണ്ടത്തേക്കാളൊക്കെ ബെറ്ററായിട്ട് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ പണ്ടൊന്നും ഇങ്ങനെയല്ല, ബുക്ക് വേറെ സ്ഥലത്ത് അത് വേറെ സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കിടക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും അതിനേക്കാളൊക്കെ ബെറ്ററായിട്ട് കുറച്ചെങ്കിലും ക്ലീൻ ആക്കി വെക്കലുണ്ട്. അപ്പോൾ ഇച്ചിരി മുമ്പ് കാണിച്ചതാണ് എൻ്റെ ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ. ഞാനൊരു റീൽസ് കണ്ടിട്ട് ചെയ്ത് നോക്കിയത്, അടിപൊളിയാണ്. വേണമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോയിൽ പകുതി മുക്കാലും വീഡിയോ ഞാൻ ആ ഒരു ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസൊക്കെ കാണാൻ നേരത്ത് സൈല എക്സാമിന് അവരുടെയൊക്കെ ക്ലാസ്സസ് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് അങ്ങനെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫോൾഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അപ്പുറത്തെ ടേബിളിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഈ ഷീറ്റൊക്കെ ഈ വിരിച്ചിരിക്കുന്നത് ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് വീണ്ടും തിരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ കാണുന്ന വലിയ ബുക്കില്ലേ, അതൊരു ഡിക്ഷണറിയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരുപാട് വേർഡ്സിൻ്റെ മീനിങ്സ് ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ ഒരു ലാംഗ്വേജിലാണ് അതുള്ളത്. പിന്നെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഈ ഷീറ്റിൻ്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഊരിയെടുത്തിട്ട് കുടഞ്ഞിട്ട് വീണ്ടും ഇടാമെന്ന് വിചാരിച്ചു. ഷീറ്റ് മാറ്റുമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ടേബിൾ മൈൻഡ് ചെയ്യേണ്ട, അത് ഞങ്ങളിങ്ങനെ പെയിൻ്റൊക്കെ അടിക്കാൻ നേരത്ത് അതിൻ്റെ മണ്ടേ കയറി നിന്നിട്ടാണ് പെയിൻ്റ് അടിക്കൽ. അപ്പോൾ അതുമേ ഇങ്ങനെ വീഴുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ വീണ്ടും വിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോനെ കുറിച്ചിട്ടോ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് കമൻറ്റ്സ് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ റിപ്ലൈ കൊടുക്കാനായിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ബട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചധികം ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ട് കുറച്ച് മടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എന്നാലും ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബുക്സ് എല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഈ ഒരു ഓർഗനൈസറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഉള്ളിലൊക്കെ നിറയെ പൊടിയുണ്ട്. ഇതിലിതുപോലെ സ്റ്റാപ്ലെയർ, സ്കെയില്, വൈറ്റ്നർ, പെന്ന് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും കിട്ടി. അപ്പോൾ അത് ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതൊരു ക്യാപ്സ്യൂൾ പെന്നായിരുന്നു. ബട്ട് അതിൻ്റെ ക്യാപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഞാൻ ആ ഡിക്ഷണറി തിരിച്ച് ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് സ്വിച്ച് ബോർഡ് ഉണ്ട്. സോ അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാനിടുമ്പോഴത്തേക്കും ഈ മേശയ്ക്ക് വലിയ പൊക്കമൊന്നുമില്ല. സോ അതുകൊണ്ട് ഫോൺ ഇങ്ങനെ ഹാങ് ആയി കിടക്കും, തൂങ്ങി കിടക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഡിക്ഷണറിയുടെ മുകളിൽ ഫോൺ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളും. അതുകൊണ്ടാണ് ഈ ഡിക്ഷണറി ഇങ്ങനെ വെക്കാൻ കാരണം. അല്ലാത്തപ്പോൾ അപ്പുറത്ത് കൊണ്ട് ആണ് വെക്കാറുള്ളത്. പിന്നെ ഈ ഒരു പെൻ സ്റ്റാൻഡാണ്. ഇത് ഞങ്ങൾ ജസ്റ്റ് കടയിൽ പോയപ്പോഴത്തേക്കും ചോദിച്ചു പെൻ സ്റ്റാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെടുത്ത് തന്നെയാണ്. ഞങ്ങൾ വിചാരിച്ചു പൈസ എടുക്കുന്നുണ്ടാവുമെന്ന്, പക്ഷേ അത് അവരെനിക്ക് ഫ്രീ ആയിട്ടാണ് തന്നത്. പിന്നെ ഇതാ ഒരു ചെടി ഉണ്ടായിരുന്നു, വെള്ള കളറിലെ പൂവുള്ള ചെടി. അപ്പോൾ ആ പെൻ സ്റ്റാൻഡിൽ ഒരുപാട് പെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പുറകിലായിട്ട് തന്നെ ഞാൻ വെച്ചു. അടുത്തതായിട്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസറാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എന്തോ ഒരു സംഭവം വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബോക്സ് ആയിരുന്നു. അതിൽ ഞാൻ ഇതുപോലെ ഒരു പാൻറ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ആ ഒരു പ്രിൻ്റ് വന്നെ. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കയറ്റി കൊടുത്തു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസറായിട്ട് എടുത്തു. അതിൻ്റെ അകത്ത് എൻ്റെ കുറച്ച് സ്റ്റോറി ബുക്സും പിന്നെ എൻ്റെ ഡ്രോയിങ് ബുക്കും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചു. അടുത്തതായിട്ട് സിസറും പിന്നെ സ്കെയിലും ഒക്കെ കൂടിയിട്ട് പിന്നെ ഇറേസർ, ഷാർപ്നർ അതെല്ലാം കൂടിയിട്ട് ഈ ഒരു കുഞ്ഞ് ഓർഗനൈസറിലും കൂടി വെച്ചു.
അടുത്തതായിട്ട് ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ ബുക്കെല്ലാം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു ബുക്കിൽ പുറകു വശത്തായിട്ട് ഇതുപോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ വർഷം ഇനി ടൈം ടേബിൾ എഴുതാനായിട്ട് യൂസ് ചെയ്യാമല്ലോ. അടുത്തതായിട്ട് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സും പിന്നെ കളർ പെൻസിൽസൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു പൗച്ചും കൂടി ആ സൈഡിൽ വെച്ചു. പിന്നെ ഇതെൻ്റെ സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡാണ്. അടുത്ത വർഷത്തെ ഐഡൻറ്റിറ്റി കാർഡ് കിട്ടും വരെ അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു മിനി ബുക്കാണ്, ഒരു വിൻറ്റേജ് ബുക്ക് എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ അതിനൊരു കവറും കൂടി ഉണ്ടാക്കി. ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നല്ല രീതിക്ക് വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ടേബിളിലോട്ടൊക്കെ നോക്കാൻ നേരത്ത് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.